ഒരു പ്ലാസ്റ്റിക് ചെടിയുടെ മുകളിൽ കയറി കുറേ നേരം കൊണ്ട് നിൽക്കുകയാണ് ഈ ഫുഡൊക്കെ എടുക്കാൻ. അപ്പോൾ ഇവൻ്റെ നിപ്പ് കണ്ടുകൊണ്ട് ഞാനൊന്ന് സഹായിക്കാമെന്ന് വെച്ചു. ഈ ഫുഡൊക്കെ കുറച്ച് കഴിയുമ്പോൾ താഴോട്ടൊക്കെ പോയിക്കൊള്ളും, പക്ഷേ എന്നാലും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സഹായിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ കൈകൊണ്ടൊക്കെ ഇങ്ങനെ ഫുഡ് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് കയ്യിൽ കടിയൊക്കെ കിട്ടാതെ നോക്കിക്കോണം. പൊറോട്ടയുടെ ഒരു കഷ്ണം ഇവർക്ക് കിട്ടി. ഇതുവരെ പൊറോട്ട ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം ഇത് കൊണ്ട് ഓടി നടക്കുകയാണ് വല്ലതും പാത്തൊക്കെ വെക്കാൻ വേണ്ടി. ഇപ്പോൾ കപ്പലണ്ടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവർ വായിക്കകത്ത് കയറ്റി വെക്കും, ഈ അണ്ണന്മാരൊക്കെ കൂട്ടെ. അപ്പോൾ ഇത് ഒരെണ്ണം കിട്ടിയപ്പോഴത്തേക്ക് മറ്റേവന് കൊടുക്കാതെ എവിടെ കൊണ്ട് പാത്ത് വെക്കുമെന്നൊക്കെ പുള്ളിക്കാരൻ ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക. നമ്മുടെ കയ്യിൽ പുതിയതായിട്ട് വന്ന റെഡ് ലോബ്സ്റ്ററാണ്. റെഡായിട്ടില്ല, കുഞ്ഞാണ്. ഇനി തോടൊക്കെ പൊടിച്ച് വരണം. അപ്പോൾ ഫുഡ് കൊടുത്തതൊക്കെ എടുത്ത് കൈകൊണ്ടൊക്കെ കഴിക്കുകയാണ്. ഇപ്പോൾ ഇനി ബാക്കിയുള്ളത് വല്ലതും ഇനി തപ്പി നോക്കുവാണ് ഇനി ഉണ്ടോയെന്നൊക്കെ. ഇന്ന് ചോറിൻ്റെ കൂടെ കറിക്ക് ബീട്രൂട്ടിൻ്റെ തോരൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ മുയലിന് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മുടെ കാല് വയ്യാത്ത ഒരു മുയൽ നമ്മുടെ കയ്യിൽ കിടന്ന അതാണ്. അപ്പോൾ ഇന്നത്തെ കറി മുഴുവനും ഇവൻ തിന്ന്. ഒരു ഗോൾഡ് ഫിഷിനെയും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി. ഇത് കുറച്ച് വലിയ ഗോൾഡ് ഫിഷാണ്, അതുകൊണ്ടാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തിന്നോളും. പക്ഷേ എന്നാലും നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം വലുതിനെയൊക്കെ കൊടുക്കുമ്പോൾ.